നമ്മൾ ഇന്ന് മുതൽ നമ്മുടെ ചാനലിൽ ഓണ വിഭവങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് അവിയലാണ്. അപ്പോൾ അവിയലിലേക്ക് ഞാനിടാം ഒരു വെള്ളരിയുടെ പകുതി, 2 ക്യാരറ്റ്, ഒരു ചെറിയ കഷ്ണം ചേന, ഒരു മുരിങ്ങക്കോല്, 2 പച്ചക്കായ, 2 പച്ചമുളക്, ഞാനൊരു ഉരുളക്കിഴങ്ങും കൂടി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. 4 പയർ. ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് വേവാൻ വെക്കാം. അവിയൽ നമുക്ക് 2 തരത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ഒന്ന് തൈര് ഒഴിച്ച അവിയലും തൈര് ഒഴിക്കാത്ത പുളിയില്ലാത്ത അവിയലും ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് തൈര് ഒഴിച്ച അവിയലാണ്. പച്ചക്കറി വേവിക്കുന്ന സമയത്ത് ഇതിൻ്റെ മുകളിലേക്ക് ഒരു വാഴയില വെച്ച് കൊടുക്കണം. അപ്പം അവിയലിന് നല്ലൊരു സ്മെല്ല് കിട്ടും. മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വേവിച്ചതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ എല്ലാ പച്ചക്കറിയും ഒരുപോലെ വെന്ത് കിട്ടും. പച്ചക്കറി വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് അരമുറി തേങ്ങ ചിരകിയത്, 2 പച്ചമുളക്, 3 ചെറിയുള്ളി, 3 വെളുത്തുള്ളി, 1 സ്പൂൺ ജീരകം എന്നിവ ഇട്ടിട്ട് നന്നായി മിക്സിയിൽ ചതച്ചെടുക്കണം. തേങ്ങ ചതച്ചെടുത്താൽ മതി, നല്ലോണം അരയേണ്ട ആവശ്യമില്ല. വേവിച്ച പച്ചക്കറിയിലേക്ക് ഈ തേങ്ങ ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ 1 കപ്പ് തൈരും കൂടി ചേർത്ത് കൊടുക്കണം. തേങ്ങയും തൈരും പച്ചക്കറിയും കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ കുറച്ച് സമയം കുക്ക് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അവിയലിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും.